വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ശാലിനിയോട് സംസാരിക്കുകയാണ് വിഷ്ണു പറയുകയാണ്, ശാലിനി, ഞാൻ പറയുന്നത് താനൊന്നു കേൾക്കണം. ഞാൻ നുണ പറയുകയായിരുന്നുവെങ്കിൽ അതിനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നുകൂടി താൻ മനസ്സിലാക്കണം. അതിനുശേഷം വിഷ്ണു ചോദിക്കുകയാണ്, ശാലിനി, തന്നെ ഞാൻ ആദ്യം കാണുന്നത് എവിടെ വെച്ചാണെന്ന് അറിയാമോ? തുടർന്ന് വിഷ്ണു ആദ്യമായി ശാലിനി അന്ന് മാർക്കറ്റിൽ വെച്ച് കണ്ട സംഭവങ്ങളൊക്കെ ഓർക്കുകയാണ്. തുടർന്ന് വിഷ്ണു പറയുകയാണ്, അന്ന് ആ നിമിഷം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാണ്, ഇതാണ് വിഷ്ണു നിന്റെ പെണ്ണെന്ന്. തൻ്റെ ഇടവും പ്രസരിപ്പും ഊർജ്ജസ്വലതയും ഒക്കെയുള്ള ഒരു പെണ്ണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് ശാലിനി അന്ന് സത്യഭാമയുടെ കൈതടുത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് അമ്പലത്തിൽ വെച്ച്. വിഷ്ണു പറയുകയാണ്, അന്നത്തെ ആ സംഭവത്തോടു കൂടി ശാലിനിയെപ്പറ്റി അമ്മയോട് പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റാതെയായി. വീണ്ടും വിഷ്ണു പറയുകയാണ്, പിന്നീടാണ് അന്ന് ഞാനൊരിക്കൽ ഹോട്ടലിൽ വന്നപ്പോൾ സത്യഭാമയെക്കുറിച്ചും സത്യഭാമയുടെ മകനെക്കുറിച്ചുമൊക്കെ ശാലിനി ശാരദാമ്മയോട് സംസാരിക്കുന്നത് കേട്ടത്. അതിനുശേഷം ശാലിനിയോടും ഞാൻ സത്യഭാമയുടെ മകനാണ് എന്ന് പറയാൻ എനിക്ക് പറ്റാതെയായി. ശാലിനി എന്നെ വെറുത്താലോ എന്നൊരു പേടിയായിരുന്നു എനിക്ക്. അതെൻ്റെ ഒരു സ്വാർത്ഥത തന്നെയായിരുന്നു, സമ്മതിക്കുന്നു. പക്ഷേ ഇതൊക്കെയാണ് സംഭവിച്ചത് എന്ന് പറയുകയാണ് വിഷ്ണു. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞ് സംഭവിച്ചതിനെയൊക്കെ ന്യായീകരിക്കുകയാണോ നിങ്ങൾ? വിഷ്ണു പറയുകയാണ്, അറിയില്ല എനിക്ക്, സോറി. ശാലിനിയുടെ മനസാക്ഷിക്കനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഉറച്ച തീരുമാനത്തോടുകൂടി ശാലിനി പറയുകയാണ്, എന്നാൽ കേട്ടോളൂ, ഇയാളൊരു പൈങ്കിളി കഥ ഫ്ലാഷ് ബാക്കായിട്ട് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആളല്ല ഈ ശാലിനി. ഈ സെന്റിമെന്റ്സ് ഡയലോഗിനൊന്നും എൻ്റെ ഈ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ കഴിയില്ല. ചിരിച്ചുകൊണ്ട് വിഷ്ണു ചോദിക്കുകയാണ്, ആര് പറഞ്ഞു മാറ്റം വരുത്തണമെന്ന്? സംഭവിച്ചത് എന്താണെന്ന് ഞാൻ തന്നോട് പറഞ്ഞെന്നേ ഉള്ളൂ. ഇയാളെ ഞാൻ പ്രാണനെ പോലെ തന്നെയാണ് മനസ്സിൽ കരുതിയത്. ഇയാൾ പക്ഷേ വേറൊരു കല്യാണത്തിന് തയ്യാറാകുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഞാനത് മനസ്സിൽ നിന്നും വിട്ടതുമാണ്. തന്നോട് സത്യസന്ധമായ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് അന്ന് താൻ എന്നോട് വേറൊരു പെണ്ണിനെ കെട്ടാൻ പറഞ്ഞപ്പോൾ ഞാനതിന് തയ്യാറായതും. അങ്ങനെയാണ് സുസ്മിത കതർ മണ്ഡപത്തിലേക്ക് വരുന്നതും. പക്ഷെ എന്നെ കെട്ടാൻ പറഞ്ഞ് താലി ശാലിനി നീട്ടിപ്പിടിച്ചപ്പോൾ അവിടെ ഞാൻ ഒരു നിമിഷം ദുർബലനായി പോയതാണ്. തിരിഞ്ഞു നിൽക്കുന്ന ശാലിനിയോട് വീണ്ടും വിഷ്ണു പറയുകയാണ്, ഞാൻ പറഞ്ഞത് പൈങ്കിളി ഡയലോഗാണെങ്കിൽ താൻ കുറച്ചു മുമ്പേ പറഞ്ഞത് അതിനേക്കാൾ പൈങ്കിളിയായിട്ടുള്ള ഡയലോഗാണ്. പുറമേക്ക് മാത്രമായിരിക്കും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെന്നും 4 ചുമരുകൾക്കുള്ളിൽ എന്നെ ഭാര്യയായി കിട്ടില്ല എന്നുള്ളതും. എന്തായാലും ഞാനായിട്ട് ഇയാളെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് വരില്ല. എന്നെങ്കിലും ഇയാൾക്ക് എന്നെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാകുമ്പോൾ വന്നാൽ മതി, നാം ഒരുമിച്ചുള്ള ഒരു ജീവിതത്തിന്. അതുവരെ നമ്മൾ 2 തന്നെ ആയിരിക്കും, പരസ്പരം ഒന്നും ചേരാത്ത 2. അത്രയും പറഞ്ഞ് റൂമിൽ നിന്നും പോവുകയാണ് വിഷ്ണു. തുടർന്ന് കാണിക്കുന്നത് സുസ്മിതയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തുകയാണ് രാജശേഖരനും സരളയും. ഐസിയുവിന് വെളിയിൽ നിന്ന് കരയുകയാണ് സരളയും രാജശേഖരനും. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിൽ രാഘവൻ നായരെയും പിള്ളയുമാണ്. ഏതോ പൂജയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് രാഘവൻ നായരും പിള്ളയും. കണിമംഗലം തിരുമേനിയെ വിളിക്കാം എന്ന് തന്നെയാണ് പിള്ള പറയുന്നത്. അതേസമയം അവിടേക്ക് വന്ന സത്യഭാമ ചോദിക്കുകയാണ്, എന്ത് പൂജയാണ് രാഘവേട്ടാന്ന്? അന്നേരം രാഘവൻ നായർ പറയുന്നു, ഒരു ദോഷപരിഹാര പൂജ ചെയ്യണം ഉടൻ തന്നെ. അതിനിപ്പോൾ എന്തു പറ്റിയെന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, അതിനിപ്പോൾ ഇവിടെ ഇനി എന്ത് സംഭവിക്കാനാണ്? നാളെ മുഹൂർത്തവും ഒന്ന് നോക്കിയല്ലല്ലോ ശാലിനിയും വിഷ്ണുവും തമ്മിലുള്ള വിവാഹം നടന്നിരിക്കുന്നത്. പൂജാവിധികളൊന്നും ആരും പാലിച്ചിട്ടുമില്ല. അതുകൊണ്ടൊരു ദോഷപരിഹാര പൂജ ചെയ്യുന്നത് ഉത്തമമാണെന്ന് എനിക്ക് തോന്നി. അന്നേരം സത്യഭാമ ചോദിക്കുകയാണ്, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, പ്രത്യേകിച്ച് ആ പെണ്ണിനെയും കൂടി വച്ചുകൊണ്ട്? അത് കേട്ട് രാഘവൻ നായർ പറയുകയാണ്, കുടുംബത്തിലൊരു ദോഷമുണ്ടായാൽ അത് വന്നു കയറുന്ന പെൺകുട്ടിയെ മാത്രമല്ല എല്ലാവരെയും ബാധിക്കും. നീ ഇപ്പോൾ നിന്റെ മകനെ തള്ളി പറഞ്ഞാലും സുമംഗലിയായ ഒരു മകളുണ്ട് നിനക്ക് ഈ വീട്ടിൽ. അത് നീ ഒരിക്കലും മറക്കാൻ പാടില്ല. പ്രീതിയെ ഒന്ന് നോക്കിയിട്ട് ഇഷ്ടമില്ലാതെ സത്യഭാമ പറയുകയാണ്, ശരി, പൂജയെങ്കിൽ പൂജ, അതിന് ചെയ്യാത്തതിൻ്റെ ഒരു കുറവ് വേണ്ട. തൽക്കാലം ഭക്ഷണം കഴിക്ക്, രാഘവേട്ടൻ വരൂ എന്ന് പറയുമ്പോൾ രാഘവൻ നായർ പ്രീതിയോട് പറയുകയാണ്, വിഷ്ണുവിനെയും ശാലിനിയെയും കൂടെ വിളിക്ക്, നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പ്രീതിയോട് പറയുന്നു. അന്നേരം ദേഷ്യപ്പെട്ട് സത്യഭാമ ചോദിക്കുകയാണ്, എന്തിന്? അവരൊന്നും വേണമെന്നില്ല, നമ്മൾ മാത്രം മതി. അത് കേട്ട് രാഘവൻ നായർ ചോദിക്കുകയാണ്, നീ എന്താ ഭാമേ ഒന്നും അറിയാത്തതുപോലെ? വിവാഹം കഴിഞ്ഞാൽ വധൂവരന്മാർ ഒന്നിച്ചിരുന്നല്ലേ ആഹാരം കഴിക്കേണ്ടത്? നീയും ഞാനും വിലക്കേർപ്പെടുത്തുന്നത് ഒട്ടും അല്ലാന്ന് പറയുമ്പോൾ ദേഷ്യം കാണിക്കുകയാണ് സത്യഭാമ. അന്നേരം പ്രീതി പറയുകയാണ്, ഞാൻ അവരെ വിളിച്ചിരുന്നു വച്ചാ, ഇപ്പോൾ വരും. അതേസമയം മുകളിൽ നിന്നും താഴേക്കിറങ്ങി വരികയാണ് വിഷ്ണുവും ശാലിനിയും.
അതേസമയം സത്യഭാമയുടെ ഫോൺ അടിക്കുമ്പോൾ പൊന്നിയോട് ഫോൺ എടുത്തുകൊണ്ടുവരാൻ പറയുകയാണ് സത്യഭാമ. വിഷ്ണുവും ശാലിനിയും താഴോട്ടിറങ്ങി വരുന്നുവെങ്കിലും അവരെ ശ്രദ്ധിക്കാതെ തന്നെ നിൽക്കുകയാണ് സത്യഭാമ. ആരാണെന്ന് സത്യഭാമ ഫോണിൽ നോക്കുമ്പോൾ കരുതുകയാണ് ദൈവമേ സരളയാണല്ലോ എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ്. ഫോൺ വിളിക്കുന്ന സരള കരഞ്ഞുകൊണ്ട് പറയുകയാണ്, സോറി, നീ അവിടെ പുതുപ്പെണ്ണിനെയും ചെറുക്കനെയും സ്വീകരിക്കുന്ന ചടങ്ങിലാണെന്ന് അറിയാം. എങ്കിലും ബുദ്ധിമുട്ടില്ലെങ്കിൽ മെട്രോ ഹോസ്പിറ്റൽ വരെ വന്ന് സഹായിച്ചാൽ കൊള്ളാമായിരുന്നു. മെട്രോ ഹോസ്പിറ്റലിലോ? എന്താ സരളെ, എന്തു പറ്റിയെന്ന് ചോദിക്കുകയാണ് സത്യഭാമ. നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് എൻ്റെ മോള് സുസ്മിത. ഒരുപക്ഷെ എന്നോടുള്ളതിനേക്കാൾ കൂടുതൽ അടുപ്പം അവൾക്ക് ഭാമയോട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് കാണണമെന്ന് തോന്നി. അത് കേട്ടൊന്ന് അമ്പരന്ന് മരിക്കുന്നതിന് മുൻപൊന്ന് ചോദിക്കുകയാണ് സത്യഭാമ. കരഞ്ഞുകൊണ്ട് സരള പറയുകയാണ്, സുസ്മിത വിഷം കഴിച്ചു. അത് കേട്ടൊന്ന് അമ്പരത്ത് നെഞ്ചത്ത് കൈവയ്ക്കുകയാണ് സത്യഭാമ. സത്യഭാമയുടെ സംസാരമൊക്കെ ചുറ്റും നിന്ന എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. ഈ നിമിഷം വരെ ഒന്നും പറയാറായിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നും ഏത് നിമിഷവും ആ വാർത്ത കേൾക്കാനായിട്ട് ഞങ്ങൾ തയ്യാറായിരിക്കുകയാണ് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് സരള. അങ്ങനെയൊന്നും പറയല്ലേ സരളെ, ഞാൻ ഇപ്പോൾ വരാം, ഒരു അരമണിക്കൂർ എന്ന് പറയുകയാണ് സത്യഭാമ. സത്യഭാമ ഫോൺ വയ്ക്കുമ്പോൾ രാഘവൻ നായർ ചോദിക്കുകയാണ്, ആരാ ഭാമേ, ആരാ ആശുപത്രിയില്? അന്നേരം ദേഷ്യപ്പെട്ട് സത്യഭാമ പറയുകയാണ്, പുതുപ്പെണ്ണിനും പുതിയ ചെറുക്കനും ഒരു സന്തോഷ വാർത്തയുണ്ട്. തനിക്കേറ്റ അപമാനത്തിലും സങ്കടത്തിലും സുസ്മിത വിഷം കഴിച്ചു. ഇപ്പോൾ മെട്രോ ഹോസ്പിറ്റലിൽ ചത്തും ചാകാതെയും കിടക്കുകയാണ്. ഒരു തരത്തിൽ അവളുടെ അവസ്ഥയ്ക്ക് കാരണക്കാരി ഈ ഞാൻ തന്നെയാണ്. മകൻ എൻ്റെ വാക്കിന് വില തരുമെന്ന് കരുതി മോഹം കൊടുത്തതാണ് ഞാൻ അവൾക്ക്. ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു ഞാൻ അവളെ. താലി കെട്ടുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് അവളെ മരുമകളാക്കി. ഞാനൊരു മണ്ടിയായി പോയി. എൻ്റെ മകനാണ് എന്നെ കൊണ്ട് ആ വിഡ്ഢിവേഷം കെട്ടിച്ചത് എന്നൊക്കെ പറയുകയാണ് സത്യഭാമ. അമ്മേ ഞാനെന്ന് വിഷ്ണു പറയാൻ തുടങ്ങുമ്പോൾ ദേഷ്യപ്പെട്ട് സത്യഭാമ പറയുകയാണ്, മിണ്ടരുത് നീ റാസ്കൽ. മിണ്ടാൻ നിനക്ക് ഇവിടെ അവകാശമില്ല. നീ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവനാണ് ഈ ഭൂമിയിൽ നിന്നും പറന്നു പോകാനായിട്ട് പോകുന്നത്. ആ ജന്മകാലം അതിൻ്റെ ശാപം എനിക്ക് പോകില്ല. അതിനുശേഷം വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും അടുത്തേക്ക് ചെന്ന് ശാലിനിക്ക് നേരെ കൈ ചൂണ്ടി സത്യഭാമ പറയുകയാണ്, ദേ നോക്ക്, സുസ്മിതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉച്ചയൂണായിരിക്കില്ല നിനക്കിവിടെ ഞാൻ വിളമ്പാൻ പോകുന്നത്. അവളുടെ ശവം കൊത്തിയെരിഞ്ഞ് ഇട്ടുതരും നിന്റെ മുൻപിലേക്ക്. നിന്റെയൊക്കെ രക്തദാഹം അടങ്ങാൻ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനോട് പറയുകയാണ്, നടക്കടാ നീ അങ്ങോട്ട്. അന്നേരം അമ്മേ ഞാനെന്ന് പറയുമ്പോൾ വീണ്ടും സത്യഭാമ പറയുകയാണ്, നീ അവിടെ ഉണ്ടാകണം, ആ ഹോസ്പിറ്റലിൽ. സംഭവിക്കുന്നത് എന്തായാലും അതിന് സാക്ഷിയായി നീ അവിടെ വേണം. ആ ഉത്തരവാദിത്വത്തിൽ നിന്നും നിനക്ക് ഒരിക്കലും ഒഴിയാൻ ആകില്ല. വാ എൻ്റെ കൂടെ, നടക്കാൻ എന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ കൈയും പിടിച്ചു പോവുകയാണ് സത്യഭാമ. അവർ പോകുന്നത് നോക്കി നിൽക്കുകയാണ് പ്രീതി. അവർ പോയ ശേഷം ശാലിനിയും ഇറങ്ങാൻ തുടങ്ങുമ്പോൾ പ്രീതി ചോദിക്കുകയാണ്, എവിടേക്കാണ് പോകുന്നത്? അന്നേരം ശാലിനി പറയുന്നു, ഹോസ്പിറ്റലിലേക്ക്. അവിടെ ചെന്നിട്ട് നീ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, സുസ്മിതയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരി ഞാനാണ്. എനിക്ക് മാറി നിൽക്കാൻ ആകില്ല. ഞാൻ അവിടെ ഉണ്ടായേ പറ്റൂ. ഉണ്ടാകും ഞാൻ എന്ന് പറഞ്ഞ് ശാലിനി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ശാലിനി എന്ന് വിളിക്കുകയാണ് രാഘവൻ നായർ. അവിടെയുള്ളവർ എല്ലാം നിന്നോടുള്ള ദേഷ്യത്തിൽ തിളച്ചു നിൽക്കുകയായിരിക്കും ഇപ്പോൾ. ആത്മഹത്യക്ക് ശ്രമിച്ച മകളുടെ അച്ഛനമ്മമാരുടെ മാനസികാവസ്ഥ നീ ഊഹിക്കണം ഇപ്പോൾ. ഈ അവസ്ഥയിൽ നീ ഇപ്പോൾ അവിടെ കയറി ചെന്നാൽ എന്താ ഉണ്ടാകുമെന്ന് രാഘവൻ നായർ പറയുമ്പോൾ ശാലിനി പറയുകയാണ്, അതൊക്കെ എനിക്കറിയാം. അവിടെ കിട്ടുന്ന സ്വീകരണം എന്തായാലും അത് അർഹിക്കുന്നവൾ തന്നെയാണ് ഞാൻ. പോകാതിരിക്കാൻ എനിക്കാവില്ല. എന്നെ തടയരുത് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ശാലിനി. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലേക്ക് ഓട്ടോയിൽ വന്നിറങ്ങുകയാണ് ഫിലിപ്പോസ്. ഓട്ടോയിൽ നിന്നിറങ്ങി കാശ് തരാതെ പോകുന്ന ഫിലിപ്പോസിനോട് ദേഷ്യപ്പെടുകയാണ് ഓട്ടോക്കാരൻ. അന്നേരം ഫിലിപ്പോസ് പറയുകയാണ്, ഓട്ടോ ഞാൻ പിടിച്ചത് സവാരിക്കല്ലേ, അത് കഴിഞ്ഞ് ഞാൻ കാശ് തരും. നീ ഇവിടെ പുതിയ ആളായതുകൊണ്ട് നിനക്കെന്നെ അറിഞ്ഞുകൂടാത്തതാണ്. നീ മീൻ മാർക്കറ്റിൽ പോയി അന്വേഷിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഓട്ടോക്കാരനോട് ദേഷ്യപ്പെട്ടിട്ട് അകത്തേക്ക് പോവുകയാണ് ഫിലിപ്പോസ്. വാതിൽക്കൽ ചെന്ന് ശാരദാമ്മേ ആരുമില്ലേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് ഫിലിപ്പോസ്. ആ വിളി കേട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ശാരദാമ്മയും ശാരികയും ശ്യാമയും. നമസ്കാരം പറഞ്ഞ് ഫിലിപ്പോസിനോട് ഇരിക്കാൻ പറയുമ്പോൾ ഫിലിപ്പോസ് പറയുകയാണ്, ഇരിക്കാനൊന്നും സമയമില്ല. ദേ ആട്ടോക്കാരൻ കിടന്ന് ഭയങ്കര ബഹളമാണ്. അവൻ്റെ കാര്യം പോട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. മകളുടെ കല്യാണ ആവശ്യത്തിനായി നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്നും രൂപ 2 ലക്ഷം രൂപ എണ്ണി വാങ്ങിച്ചില്ലേ? ഇതിപ്പോൾ മുതൽ എനിക്ക് എത്ര താമസിച്ചു തരുന്നോ അത്രയും സന്തോഷമേ എനിക്കുള്ളൂ. പക്ഷേ പലിശ എനിക്ക് കൃത്യമായിട്ട് വേണം. അത് ഞാൻ തരുമ്പോഴേ പറഞ്ഞിട്ടുള്ളതാണ്.
ഇന്ന് പലിശ തരാനുള്ള ഡേറ്റാണ്. പക്ഷെ അത് നിങ്ങൾ മറന്നാലും എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടത്തേക്ക് വന്നത്. 100-ന് 5 രൂപ വെച്ചാണ് എനിക്ക് പലിശ. അതുകൊണ്ട് അകത്ത് പോയി ഒരു 10 രൂപ ഇങ്ങ് എടുത്തോണ്ട് വന്നാൽ ഞാനങ്ങ് സന്തോഷമായിട്ട് പൊയ്ക്കോളാമെന്ന് പറയുകയാണ് ഫിലിപ്പോസ്. അത് പിന്നെ ഫിലിപ്പോസെ ഞാനെന്ന് പറയുമ്പോൾ ഫിലിപ്പോസ് പറയുകയാണ്, അയ്യോ വേണ്ട, ഇല്ല എന്ന് മാത്രം ശാരദാമ്മ എന്നോട് പറയരുത്. കാരണം നിങ്ങളൊക്കെ പണം ചോദിച്ചു വരുമ്പോൾ ഞാനത് അങ്ങോട്ട് പറയാറില്ലല്ലോ. അതുകൊണ്ട് അതെനിക്ക് ഇങ്ങോട്ടും കേൾക്കാൻ താല്പര്യമില്ല എന്നർത്ഥം. അപ്പോൾ 10,000 രൂപ ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ് ഫിലിപ്പോസ്. എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുകയാണ് ശാരദാമ്മയും ശാരികയും ശ്യാമയൊക്കെ. തുടർന്ന് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സുസ്മിതയാണ്. തുടർന്ന് അവിടേക്ക് വിഷ്ണുവും സത്യഭാമയും എത്തുന്നു. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.